എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാറുണ്ട്, ത്രിവർണ്ണ പതാക പുതപ്പിച്ച് മരിക്കണം എന്നാണ് ആഗ്രഹം. പാർട്ടിയാണ് തനിക്കെല്ലാമെന്നും പാർട്ടിക്കുപരിയായി താൻ ചിന്തിക്കാറില്ല എന്നും പാർട്ടി പതാക പുതച്ച് തന്നെ മരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ് താനെന്നും KC വേണുഗോപാൽ. എന്നാൽ മുഖ്യമന്ത്രി നിർണയത്തിൽ ലീഗിന്റെ സമ്മർദ്ദമുണ്ടായോ എന്ന ചോദ്യത്തിന് മുന്നിൽ വ്യക്തമായ മറുപടിയും KC നൽകിയില്ല. ദീപാദാസ് മുൻഷി VD സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു KC വേണുഗോപാൽ. നിങ്ങളിവിടെ വന്ന് ചോദിച്ചപ്പോഴൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും, തീരുമാനം എന്തായാലും പാർട്ടി പ്രവർത്തക നിലയിൽ അത് ശിരസാ വഹിക്കും. ഇതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇന്ന് വരെ വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് എന്റെ ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് ഇന്ന് തീരുമാനിച്ചു, ആ തീരുമാനം ശിരസാ വഹിക്കുന്നു, ആ തീരുമാനം നടപ്പിലാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെന്താ സംശയം? എന്താ സംശയം? ഞാൻ അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. ജീവിതത്തിൽ ഞാൻ പറയാറുണ്ട്, മുമ്പേ പറയാറുണ്ട്, എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാറുണ്ട്, ത്രിവർണ്ണ പതാക പുതപ്പിച്ച് മരിക്കണം എന്നാണ് ആഗ്രഹം. അത് തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു. ഇത് പല സംസ്ഥാനങ്ങളിലും ഇത്തരം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്കറിയാലോ, കർണാടകത്തിലായാലും തെലങ്കാനയിലായാലും ഹിമാചലിലായാലും ഇത്തരം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നവരാണ്. കേരളമായതുകൊണ്ടാണ് ഞാൻ പ്രഖ്യാപനത്തിൽ മാറിയുന്നത്. അപ്പോൾ ആ പ്രഖ്യാപനത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. നേതൃത്വം എല്ലാ വശങ്ങളും ആലോചിച്ചിട്ടായിരിക്കും തീരുമാനമെടുത്തിട്ടുണ്ടാവുക. നേതൃത്വത്തിന് പല പാരാമീറ്റേഴ്സും ഉണ്ടാവും തീരുമാനമെടുക്കാൻ. ആ തീരുമാനമെടുക്കുന്നതനുസരിച്ച് അവർ ആ തീരുമാനമെടുക്കും. അല്ല, ആ തീരുമാനം അനുസരിച്ചിട്ട് അവർ തീരുമാനമെടുക്കും എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ എടുത്തിരിക്കുന്നത്. അതൊന്നും ഉണ്ടാകാൻ പോണില്ല. കോൺഗ്രസിനെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആർക്കും പറ്റത്തുമില്ല. അല്ല, അതിപ്പം വേട്ടയാടിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്ന അർത്ഥമില്ല. അതൊക്കെ എനിക്ക് പ്രത്യേകിച്ചിട്ട് പാർട്ടിക്ക് ഉപരിയായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കാറില്ല. പാർട്ടിയാണ് എനിക്കെല്ലാം. പാർട്ടിക്ക് ഉപരിയായിട്ടുള്ള ഇമേജ് ഒന്നും ഞാൻ ശ്രദ്ധിക്കാറുമില്ല, പോകാറില്ല. പാർട്ടി പ്രവർത്തകന് വേദന ഉണ്ടാകുമ്പോൾ അതിൻ്റെ മനസ്സും വേദനിക്കും. പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എനിക്ക് ജനങ്ങളും പാർട്ടിയോടൊപ്പം നിൽക്കാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ള ഒരു പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് എന്നെ അങ്ങനെ സൈബറിടങ്ങളിലൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സഹിച്ചോളാം. അതിനകത്തെന്താ? അതൊക്കെ തന്നെ കേരളത്തിൽ ഞാൻ ഇന്ന് തുടങ്ങിയതാണോ രാഷ്ട്രീയം? കഴിഞ്ഞ 10-45 വർഷമായാലും ഒരു സുപ്രഭാതത്തിൽ മുളച്ചു വീണതാണോ? എത്രയോ വർഷങ്ങളായിട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് ഞാൻ ഇതുവരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും വെച്ച് ശക്തമായിട്ടുള്ള കടന്നാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കടന്നാക്രമണത്തിൽ ഭയന്നോടുന്നവരാണ് നമ്മളെല്ലാം. ആക്രമിക്കട്ടെ, ഇനിയും ആക്രമിക്കട്ടെ. അവർക്ക് ആക്രമിക്കുന്നവർക്ക് അത് സധൈര്യം തുടരാം. പക്ഷെ എന്റെ തീരുമാനം വളരെ ക്ലിയർ ആണ്. പാർട്ടിയാണ് വലുത്, ജനങ്ങളാണ് വലുത്. ആ തീരുമാനത്തിനനുസരിച്ച് എന്റെ പാർട്ടി ലീഡർഷിപ്പിനെ കുറിച്ച് എനിക്ക് അഭിമാനം ചെയ്യും. മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞ് ഫ്ലക്സ് വെച്ചവരുണ്ട്. അവരൊക്കെ ഒരുപക്ഷെ നിരാശയിലാണ്. അവരോട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അവർക്ക് എന്റെ ശൈലി അവർക്ക് നന്നായിട്ട് അടിയുറച്ച പാർട്ടിക്കാരാണ്. എനിക്ക് പറയാനുള്ളത്, ഈ തീരുമാനം അംഗീകരിക്കുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവരെല്ലാവരും കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഉപരിയായിട്ടുള്ള ഒരു ഇമേജ് കേരളത്തിൽ ഉണ്ടായതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ടോ? ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു. ഇന്നത്തെ ദിവസമെങ്കിലും അങ്ങനെ ഒന്ന് കുത്തി ചോദിക്കാതെ ലീഗിന്റെ സമ്മർദ്ദം ഞാൻ പറഞ്ഞത് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. നിങ്ങൾ കുറെ ദിവസമായിട്ട് നിങ്ങളിങ്ങനെ വരും, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കാണാൻ പറ്റാറില്ല. അതിന്റെ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇത് ചോദിക്കുന്നത്, ഇപ്പൊ BJP ഒക്കെ ആക്ഷേപം ഉന്നയിക്കുന്നു, ഈ ലീഗിന്റെ സമ്മർദ്ദം എന്തുകൊണ്ട് വന്നു? അങ്ങനെ സമ്മർദ്ദത്തിന് BJPയുടെ ആക്ഷേപമൊക്കെ വെറുതെ പ്രധാനമുള്ള ആക്ഷേപം. BJPയുടെ ആക്ഷേപത്തിന് ഞാൻ മറുപടി പറയുന്നത്, അവരെല്ലാ കാലത്തും കോൺഗ്രസിനെ ആക്ഷേപിക്കുന്ന ജോലിയിലേ അവർക്കുള്ളൂ. അവർക്ക് വേറെ എന്താ ആക്ഷേപമുണ്ട്? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള UDFന്റെ ലീഡർഷിപ്പിന്റെ അല്ല കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ തീരുമാനമാണ്. പിന്നെ നല്ല ചോദ്യം. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ.
ഇട്ടിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. Safa Gold and Diamonds, different by design.